പക്ഷേ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പാർട്ടി ജയിക്കാനായിരിക്കും ശ്രമിക്കുക. അതിന്റെ പേരിൽ ഇവർ കള്ളവോട്ട് ചേർക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വോട്ടേഴ്സ് പട്ടിക മാനിപ്പുലേറ്റ് ചെയ്യാനോ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി അത് വെട്ടിമാറ്റേണ്ടതും അല്ലെങ്കിൽ അത് തിരുത്തേണ്ടതും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അവരവരുടെ ഡ്യൂട്ടി കൃത്യമായി നിർവഹിക്കാതിരുന്നാൽ ഇതുപോലെയുള്ള എറർ സംഭവിക്കും. ഇപ്പോൾ ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വന്ന് പറഞ്ഞത് അഡ്രസ് ഇല്ലാത്ത ഒരുപാട് പേർ ചേരികളിലുണ്ട്, അവർക്കെല്ലാം വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്, അതുകൊണ്ടാണ് അഡ്രസ്സിന്റെ സ്ഥലത്ത് HIJK LMNOP എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, പിതാവിന്റെ സ്ഥാനത്ത് എങ്ങനെയാണ് അപ്പോൾ ഈ HIJK വരുന്നത്? അവർ പിതാവില്ലാതെ ജനിക്കുന്നത് കൊണ്ടാണോ? അങ്ങനെ പറയേണ്ടി വരുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായി ഉത്തരം ഇവർ പറയുന്നില്ല. ചോദ്യം ചോദിച്ചിരിക്കുന്നത് സാധാരണക്കാരനല്ല, ഒരു പ്രതിപക്ഷ നേതാവാണ്. അപ്പൊ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി കൊടുക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ്. അതിൽ നിന്നൊരു പത്രസമ്മേളനം വിളിച്ച്, അതും അവധി ദിവസം കൃത്യമായി തെരഞ്ഞെടുത്ത് പത്രസമ്മേളനം വിളിച്ച്, അത് ഇന്നലെ കൃത്യമായി രാഹുൽ ഗാന്ധി ബീഹാറിൽ ഈ വോട്ടുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ ഓരോ സംസ്ഥാനങ്ങളിലും പല സ്ഥലങ്ങൾ ഫിക്സ് ചെയ്തുകൊണ്ട് അവിടെ എല്ലാം പ്രചരണം നടത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ തുറന്നു കാണിക്കാൻ വേണ്ടി ജനങ്ങൾക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ഒരു പദ്ധതി തുടങ്ങാൻ ഇരിക്കുന്ന ഇന്നലെ തന്നെ കൃത്യമായി ഒരു അവധി ദിവസം തന്നെ കൃത്യമായി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം ഒരു പത്രസമ്മേളനത്തിന് വേണ്ടി തെരഞ്ഞെടുത്തെങ്കിൽ അതിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ട് എന്നാണ് ഇന്നലെ അദ്ദേഹം പ്രസംഗിക്കുന്ന പ്രസംഗത്തിലുടനീളം അല്ലെങ്കിൽ വാർത്താ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞ വാക്കുകളിലുടനീളം എനിക്ക് കാണാൻ കഴിഞ്ഞത് ഒരു രാഷ്ട്രീയമായ ഒരു പ്രസംഗമാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഒരു മറുപടിയാണ്. അതെല്ലാം നമുക്ക് വേണ്ട. ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു കമ്മീഷൻ ആവുമ്പോൾ കൃത്യമായ മറുപടികൾ, ഈ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണങ്ങൾ കൃത്യമായ മറുപടികൾ ജനങ്ങൾക്ക് കൊടുക്കേണ്ടതുണ്ട്. അതല്ലാതെ ഇത്തരം ഒഴിവ് കഴിവുകൾ പറഞ്ഞ് അല്ലെങ്കിൽ ഇത്തരമുള്ള മുടന്ത് ന്യായങ്ങൾ പറഞ്ഞല്ല അത് ന്യായീകരിക്കേണ്ടതെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്.